ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം വകവരുത്തിയ കൊടും ഭീകരരുടെ പട്ടിക പുറത്തുവിട്ട് ഭാരതം. ഇന്നു രാവിലെ നടന്ന സേനാ വിഭാഗങ്ങളുടെ സംയുക്ത ബ്രീഫിംഗിലാണ്, വിദേശകാര്യ മന്ത്രാലയവും സേനാ വിഭാഗങ്ങൾ നടത്തിയ പ്രസ് ബ്രീഫിംഗിലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂർ അസർ അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും ഇതാദ്യമായിട്ടാണ് ഭാരതം ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ നുണപ്രചരണങ്ങൾക്ക് ഇന്ന് നടന്ന ബ്രീഫിംഗിൽ കൃത്യമായ മറുപടി ഭാരതം നൽകി. അത് പൊളിച്ചടുക്കുന്ന വാർത്താ സമ്മേളനമാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഒപ്പം കേണൽ സൊഫയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയത്. എന്ന് മാത്രമല്ല, വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. നിയന്ത്രണ രേഖയിലും ജനവാസ മേഖലയിലുമാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. ഭാരതം കൃത്യമായി തിരിച്ചടി നൽകുന്നുണ്ട് എന്നാണ്. പാകിസ്ഥാന്റെ പ്രകോപനത്തെ തുടർന്ന് ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അതീവ ജാഗ്രത തുടരുകയും ചെയ്യുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ നുണപ്രചരണങ്ങൾ കൃത്യമായി പൊളിച്ചടുക്കി, മറുഭാഗത്ത് ഏതൊക്കെ രീതിയിലാണ് പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും അവർ നിരപരാധികളായ ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖല ലക്ഷ്യമിട്ടാണ് ഇപ്പോഴും അവരുടെ ചില അഭ്യാസങ്ങൾ നടത്തുന്നതെന്നും ഇതിനൊക്കെ തിരിച്ചടി നൽകുന്നുണ്ട് എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനമായിരുന്നു, ശക്തവും വ്യക്തവുമായ പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. നന്ദഗോപൻ. പ്രതിപിള്ള അതുതന്നെയാണ്. അതായത് ശ്രീനഗർ മുതൽ നളിയ വരെയുള്ള മേഖലകളിൽ 26 ഇടങ്ങളിലാണ് കടന്നുകയറ്റം നടത്തുവാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചത്. പാകിസ്ഥാന്റെ ഡ്രോണുകൾ അത്തരത്തിലേക്ക് ഈ മേഖലകൾ 26 മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് കച്ചിലുള്ള പ്രദേശമാണ് നളിയ എന്നുള്ളത്. ഈ കച്ച് വരെ, ശ്രീനഗർ മുതൽ കച്ച് വരെയുള്ള മേഖലകളിലൂടെയാണ് പ്രധാനമായും പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈനിക നടപടികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നമ്മുടെ 4 സൈനിക താവളങ്ങൾക്ക് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഉദ്ധംപൂർ, ഭുഞ്ച്, അതേപോലെ തന്നെ പത്താൻകോട്ട്, അതേപോലെ തന്നെ ബഡിൻഡ എന്നുള്ള ഇങ്ങനെ 4 മേഖലകളിലുള്ള ഈ വ്യോമതാവളങ്ങൾക്കാണ് കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. അതേസമയം തന്നെ അത് എങ്ങനെ കേടുപാട് പറ്റിയെന്നുള്ള ചോദ്യം അവിടെ ഉയരുമ്പോൾ അവിടെയാണ് പാകിസ്ഥാന്റെ യഥാർത്ഥത്തിൽ യുദ്ധനീതി അല്ലെങ്കിൽ യുദ്ധനീതിയില്ലായ്മ എവിടെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് ദമാമിൽ നിന്നും ലാഹോറിലേക്ക് വന്ന ഒരു ഫ്ലൈറ്റ് കവചമായി പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നുള്ളത്. സമാനമായ രീതിയിൽ അന്താരാഷ്ട്ര വ്യോമയാന പാത പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുകയാണ്. പാകിസ്ഥാൻ ആ പാത സിവിലിയൻ എയർക്രാഫ്റ്റിന് തുറന്നു നൽകിക്കൊണ്ട് അതിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി ഡ്രോണുകൾ ഭാരതത്തിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഭാരതം പ്രതിരോധിക്കുവാൻ അതിനെ കൂടുതലായി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആകാശ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് സിവിലിയൻ എയർക്രാഫ്റ്റിന് സ്വാഭാവികമായും കേടുപാടുകൾ പറ്റും. ലോകരാഷ്ട്രങ്ങളാകെ ഭാരതത്തിനെതിരെ തിരിയുന്നൊരു സാഹചര്യം വരും. ഇത്തരത്തിലൊരു നീക്കം കൂടി കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഈ അന്താരാഷ്ട്ര വ്യോമപാത ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുന്നതും. ഇപ്പോഴും അന്താരാഷ്ട്ര വ്യോമപാതയെ അടച്ചു എന്നും സിവിൽ എയർക്രാഫ്റ്റുകൾക്ക് തങ്ങളുടെ വ്യോമപാതയിലേക്ക് പ്രവേശനമില്ല എന്ന് പരസ്യമായി ലോകരാജ്യങ്ങളോട് പറയുകയും ചെയ്യും. അതിനൊപ്പം തന്നെ വ്യോമപാത തുറന്നു കൊടുത്തുകൊണ്ട് ഭാരതത്തിനെതിരെയുള്ള യുദ്ധം നടത്തുവാനുള്ള ഒരു മറയാക്കുകയാണ് ഇപ്പോൾ ഈ വ്യോമപാത ചെയ്യുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അത്തരം നടപടികളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉള്ളിലേക്ക് ഇത്തരം പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ഈ പത്താൻകോട്ടിലേക്കും മറ്റും എത്താൻ ഉള്ള ഒരു സാഹചര്യത്തിൽ വഴിവെച്ചത്. അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഏതാണ്ട് 100 കിലോമീറ്റർ അപ്പുറം തന്നെ വെച്ച് ഇതിനെ തകർക്കുവാൻ കഴിയുന്ന സംവിധാനങ്ങൾ, സുദർശന ചക്രയും അതേപോലെ തന്നെ ഷിൽക്കയും അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, ആകാശുണ്ട്, അതേപോലെ തന്നെ L-70 അടക്കമുള്ള ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോയത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈനിക നീക്കം, അത് ജമ്മു കാശ്മീരിൽ അടക്കമുള്ള മേഖലകളിൽ സൈനിക നീക്കവും വർദ്ധിപ്പിച്ചതായിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്.
ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് ഈ പഞ്ചാബ് അതേപോലെ തന്നെ രാജസ്ഥാൻ മേഖലകൾ അതിർത്തികളിലേക്ക് പാകിസ്ഥാൻ്റെ ടാങ്കുകളടക്കം കൂടുതലായി എത്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ അതിർത്തികളിൽ നമ്മൾ ഈ ഇത്തരം യുദ്ധസമാനമായ സാഹചര്യം മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അവധിയിലുള്ള മുഴുവൻ ജവാന്മാരെയും തിരിച്ചു വിളിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഭാരതത്തിന് 7 കമാൻഡുകളാണുള്ളത്. കൂടുതൽ സദേൺ കമാൻഡിൽ നിന്നും അടക്കമുള്ള കൂടുതൽ സൈനികരെ ഈ നോർത്തേൺ കമാൻഡിലേക്കും അതേപോലെ തന്നെ ഈ അമൃത്സറിൽ അതേപോലെ തന്നെ കൂടുതൽ ഈ അമൃത്സറും പഞ്ചാബും അടക്കമുള്ള മേഖലകൾ രാജസ്ഥാൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നോക്കുന്ന വെസ്റ്റേൺ കമാൻഡിലേക്കും കൂടുതലായി നിയമിച്ചുകൊണ്ട് ഇവിടെ ഈ കൂടുതൽ സൈനിക വിന്യാസം ഭാരതം ശക്തമാക്കിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ആയുധങ്ങളും ഒക്കെ തന്നെ ഭാരതം ഈ മേഖലകളിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെയാണ് ടെറിട്ടോറിയൽ ആർമിയെ കൂടി വിളിച്ചുകൊണ്ട് സൈനിക വിന്യാസം പൂർണ്ണമാക്കുവാൻ വേണ്ടി ഭാരതം തയ്യാറായത്. ഏതാണ്ട് രാജ്യത്ത് 50,000-ത്തിലധികം ഈ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഏതാണ്ട് 65 യൂണിറ്റുകൾ ഭാരതത്തിലുണ്ട്. ഇതിൽ 14 യൂണിറ്റുകൾ വിളിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് ഈ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകൾ കേന്ദ്രീകരിച്ച് വിന്യസിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഭാരതത്തിൻ്റെ അർദ്ധസൈനിക വിഭാഗങ്ങളും സജ്ജമായി തന്നെ അതിർത്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. CRPF-ഉം BSF-ഉം അടങ്ങുന്ന അർദ്ധസൈനിക വിഭാഗങ്ങൾ യുദ്ധമുഖത്ത് സജീവമായി തന്നെ നിൽക്കുന്നു. മുഴുവൻ ഇത്തരം പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയും അത്തരം സൈനികരുടെ ലീവ് മുഴുവൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം. ഇങ്ങനെ രാജ്യം പാകിസ്ഥാൻ നടത്തുന്ന ഏത് ഭീകരവാദ പ്രവർത്തനങ്ങളെയും ഏത് ആക്രമണത്തെയും നേരിടാൻ ഭാരതം സുസജ്ജമായി തന്നെ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ വ്യോമയാന പാത അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭാരതത്തിനെതിരെ കവചം സൃഷ്ടിക്കുവാൻ വേണ്ടി സിവിൽ എയർക്രാഫ്റ്റുകളെ വെച്ചുകൊണ്ട് കവചം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഭാരതം പ്രത്യാക്രമണം നടത്തിയാൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരം സിവിൽ എയർക്രാഫ്റ്റുകൾക്ക് കേടുപാടുകളോ ജീവഹാനിയോ ഉണ്ടായാൽ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങളടക്കം ഭാരതത്തിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭാരതം പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കുന്നത്.